ഇത് 14x4 പെട്ടി, 14 ഇഞ്ച് നീളം, 4 ഇഞ്ച് വീതി, രണ്ടും കൂടി 4 ഇഞ്ച് ഹൈറ്റ്. ഇങ്ങനെ പെട്ടി സെറ്റാക്കുന്നു. ഇതുവഴി ഇറങ്ങുന്നു. ഇതിൻ്റെ പ്രവേശനപാഠം ദ്വാരമല്ല, 2 കുറയിട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രവേശനത്തിൻ്റെ ഈ മെഴുക് ഈ ഭാഗത്തുണ്ടാവും, ഈ ഭാഗത്ത് മെഴുക് സെറ്റായിട്ടുണ്ടാവും. ഇത് സെറ്റായി കഴിയുമ്പോൾ തുറക്കുന്നു. തുറന്നിട്ട് കട്ട വേണമെന്ന് നിർബന്ധമില്ല, കട്ടയുള്ള അടപ്പാണ് ഉള്ളത്. തുറക്കുന്നു. ഈ അടിയിലാണ് എങ്കിൽ, ഈ അടിയിലാണ് സെറ്റായിട്ടുള്ളതെങ്കിൽ ചോദിക്കുന്നു. ഒന്നുകൂടി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഈ മുകളിൽ തേൻ എന്ത് ചെയ്യും, ഇതിന് മുകളിൽ ഉറപ്പിക്കും. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം പൊട്ടി വലിക്കും. ഈ 2 പലക കഷ്ണമാണെങ്കിൽ നമുക്ക് ഒരു കേടും കൂടാതെ ഈ പെട്ടിനെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി, അതായത് സെറ്റായൊരു പെട്ടി, അടിയിലാണ് കുഞ്ഞുമുട്ടയും ഇതൊക്കെ ഉള്ളത്. നമ്മളെടുത്തു, ഈ പെട്ടി ഇങ്ങനെ വെച്ച് കുറച്ച് തേനെടുത്തതിന് മുകളിൽ വെച്ചു, അടച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവനെ നമുക്ക് ഈ താഴെ നിന്ന് പോകുന്ന ചങ്ങാതിനെ വഴി മുകളിലേക്ക് ആക്കണം. ഒരു പ്ലാസ്റ്റിക് കഷ്ണം അത് ജസ്റ്റ് മെഴുകും വെച്ചിട്ടുണ്ട്. അടിയിലിതാ ഇവനെ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അത് മുകളിലേക്ക് വരും. വേണമെങ്കിൽ സെല്ലോ ടേപ്പിൽ ഒന്നുകൂടെ കെട്ടിക്കൊടുക്കുകയും ചെയ്യാം മൊത്തം. അപ്പോൾ ഇവൻ കയറാൻ ഒരു മടി കാണില്ല. കാരണം എന്താ വെച്ചാൽ ഈ വാതിലിൻ്റെ പകുതി ഇവിടെ ഉണ്ടാവും, മെഴുകുണ്ടാവും മുകളിൽ. ഈസി ആയിട്ട് കയറി അവൻ ഇറങ്ങും, അത് സെറ്റാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ തേൻ വയ്ക്കും, താഴെ വീഴ്ചയും പാട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. നമുക്കിത് ഈ വേണമെങ്കിൽ നമുക്കിത് മടി ഇടപ്പലയും എടുത്തിട്ട് ഇത് ഒറ്റ സ്പെറ്റായിട്ട് സെറ്റാക്കുകയും ചെയ്യാം. പിന്നെ കട്ട വേണമെന്നില്ല. കട്ട ഇല്ലെങ്കിലും റാണി അപൂർവമായിട്ട് കയറുന്നുള്ളൂ. റാണി കയറിക്കോട്ടെ, കയറി കഴിഞ്ഞാൽ തെറ്റായില്ല. അതുകൊണ്ട് കട്ട നിർബന്ധമല്ല. ഒന്നാം കട്ട വെച്ച് കഴിഞ്ഞാൽ പിന്നെ റാണി കയറുകയും ചെയ്യുന്നില്ല. കട്ട ഇല്ലാത്ത കേസിലും കയറുന്നില്ല. അപൂർവമായിട്ട് 1-2 കയറി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നേരത്തെ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചു, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു, ദ്വാരം ഇട്ടു, ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അത് ഈ പെട്ടിക്ക് ദ്വാരം ഇടും. കൈകാര്യം ഞാൻ ലേശം കൂടി വിഷമമുണ്ട്. ഈ ഡോറിൻ്റെ ആനുകൂല്യം കിട്ടില്ല. ഇത് നമുക്ക് ആ ഡോറിൻ്റെ ആനുകൂല്യം കൃത്യമായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഗവേഷണം നടത്തിപ്പിലായിരുന്നുകൊണ്ട് ഞാനതൊക്കെ വിജയിപ്പിച്ചെങ്കിലും എൻ്റെ അടുത്ത് പെട്ടികൾ ഇപ്പോഴും മിക്കവാറും പഴയ തന്നെയാണ്, ഇങ്ങോട്ട് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചെയ്യുന്നു. കാര്യം മനസ്സിലായിരിക്കും. കുറച്ച് സൗകര്യമുണ്ട്, നമുക്ക് സെറ്റ് പിരിക്കാനും ഇത് കുറച്ചുകൂടി ഗുണം ചെയ്യുന്ന തോന്നുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രശ്നം. ഓക്കെ. അപ്പോൾ 2 വല വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ഇതിൻ്റെ മുകളിലും നമ്മൾ വെച്ചിട്ടുണ്ടാവും, തേൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ പൊട്ടി നാശമാകും. നമുക്കൊന്നുമില്ല